ഹലോ ഗായ്സ്, വെൽക്കം ടു റോസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്മാർട്ട് ബസാറിൽ പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് വെനസ്ഡേ ആയിരുന്നു. കോട്ടയം സ്മാർട്ട് ബസാറിലാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കുറേ മെറ്റീരിയൽസ് അവിടെ ഓഫറിലുള്ളതെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കുറേ ടിഫിൻ ബോക്സിൻ്റെ കളക്ഷൻസൊക്കെയാണ് അവിടെ വന്നിട്ടുള്ളത്. നമ്മളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വാട്ടർ ബോട്ടിൽസും അവിടെ വച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൽ കുഞ്ഞതായിട്ട്. ഉള്ളിലേക്ക് കിടക്കുമ്പോഴത്തേക്ക് കുറേ സാധനങ്ങൾ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ആക്ച്വലി പോയിട്ടുണ്ടായിരുന്നത് ബുക്സൊക്കെ വാങ്ങിക്കാനായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്നത് ബുക്സിൻ്റെയൊക്കെ ഒരു സെക്ഷനിലേക്കാണ്. എനിക്ക് തോന്നുന്നു 3rd ഫ്ലോറിലോ മറ്റായിരുന്നു തോന്നുന്നു ബുക്സിന് ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളത് അന്വേഷിച്ച് പിടിച്ച് പോവുകയാണ് ഗൈസ്. ഓക്കെ, ഇതിപ്പോൾ ബിസ്ക്കറ്റിൻ്റെ കളക്ഷൻസിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ അമ്മ അവിടെ നിന്ന് ചോദിക്കായിരുന്നു എവിടെയാണ് ബുക്സിൻ്റെ കളക്ഷൻസ്. അപ്പോഴാണ് അവർ പറയുന്നത് 3rd ഫ്ലോറിലാണെന്ന്. അങ്ങനെ നമ്മൾ 3rd ഫ്ലോറിലേക്ക് പോവുമായിരുന്നു ഗൈസ്. അയ്യോ, എന്തി ടെഡിബെയർ എന്തി അതിന് സംഭവം അവിടെ എന്താ അങ്ങ് പോണേ. അവിടെ ബുക്സ്, അവിടെ കുറേ പാവയൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. കണ്ടോ, എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷേ 600 സംതിങ് ആയിരുന്നു വില. അതുകൊണ്ട് അവിടെ വെച്ചു. അപ്പോൾ ഇതാണ് ബുക്സിൻ്റെ കളക്ഷൻസ്. നമ്മളവിടെ ബുക്സൊക്കെ നോക്കി, പക്ഷേ വില ഇച്ചിരി കൂടുതലായതുകൊണ്ട് നമ്മൾ ബുക്സ് എടുത്തില്ല. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ സ്റ്റേഷനറി മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് വാങ്ങണം എന്നുള്ള ഒരു ഇതിൽ പോയതായിരുന്നു. അപ്പം നോക്കിയപ്പോൾ എനിക്കൊരു ഡയറി വാങ്ങേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പം ഡയറി ഞാൻ അവിടെ നിന്ന് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഡയറി വേണം. ഞാനൊരു ഡയറി, ഇതായിരുന്നു ആ ഡയറി, ഈ കുട്ടി ഡയറി. 135 മറ്റോ 145 മറ്റോ ആണ് അതിൻ്റെ ഒരു റേറ്റ്. പിന്നെ ഇവിടുന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു സ്റ്റേഷനറിയുടെ ഒരു കിറ്റ് കണ്ടു. അതായത് ഒരു വൈറ്റ്നർ, മാർക്കർ, ഗ്ലൂ സ്റ്റിക്ക്, പിന്നെ 2 പെന്നുണ്ടായിരുന്നു, മാർക്കർ, അതെല്ലാം കൂടെ ആയിട്ടുള്ളൊരു ടിഫിൻ ബോക്സ് വേണം. അപ്പോൾ അതെടുത്തു. ഇവിടെ കുറേ കുപ്പികളും നമുക്ക് ടിഫിൻ ബോക്സ് അതൊക്കെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അമ്മ പോയിട്ട് കുറേ നമുക്ക് വേണ്ടിയിട്ടുള്ള ടിഫിൻ ബോക്സ് ഒക്കെ തപ്പുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ടിഫിൻ ബോക്സ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെയാണ് ഗേൾസ് കുറേ പാവയുള്ളത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ പിങ്ക് പാവ. ഞാൻ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. നല്ല പാവയുണ്ടായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ടോയ്സ് എന്ന് വേണേൽ നമുക്ക് പറയാം. ഭയങ്കര നല്ല ഫിനിഷിങ് ആൻഡ് നല്ല പാവയുണ്ടായിരുന്നു. കുഞ്ഞു പിള്ളേർ പാവൊക്കെ ഇത് ഈ സാധനം കണ്ടു. പിന്നെ കുറേ ഷട്ടിൽ ബാറ്റിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സെക്ഷനിൽ മൊത്തം കളിപ്പാട്ടങ്ങളാണ്. അത്യാവശ്യം നല്ല ടൈം എടുത്താണ് നമ്മളവിടെ നോക്കുന്നത്. എങ്കിലേ ഉള്ളൂ നമുക്ക് ഓഫറിനനുസരിച്ച് നമുക്ക് സാധനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. ഓഫർ ഉള്ളത് മാത്രമല്ല നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്, അപ്പോൾ ഇല്ലാത്തതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ നമ്മൾ ഇറങ്ങിയാണ്.
നമ്മൾ ആക്ച്വലി ബുക്ക് വാങ്ങാനാണ് പോയതെങ്കിലും കൂടുതലും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നൂഡിൽസ് കഴിക്കാനുള്ള സാധനങ്ങളായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഈ നൂഡിൽസിൻ്റെ ഒക്കെ സെക്ഷനിൽ നിൽക്കുന്നത്. ഞാൻ അമ്മയടുത്ത് ഓരോ പൊട്ടത്തരങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. പാൻ കേക്ക് മിക്സ്. അപ്പം ഞാൻ എൻ്റെ ഇതിന് 8 രൂപ പക്ഷെ നമ്മൾ നൂഡിൽസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അമ്മ അവിടെ പാൻ കേക്ക് മിക്സിന് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് ഇരിക്കുകയായിരുന്നില്ല. പക്ഷെ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. വെറുതെ നോക്കുന്നുണ്ട്, എല്ലാം നോക്കാമല്ലോ നമുക്ക്. പിന്നെ പെർഫ്യൂമിൻ്റെ സെക്ഷനിലേക്ക് പോയി. നല്ല വിലയായിരുന്നു. നമ്മൾ അവിടെ കുറേ നോക്കിയിട്ടൊക്കെ, ഞാൻ ഇവിടെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ നോക്കി. നല്ല വില ആയതുകൊണ്ട് നമ്മളൊന്നും നോക്കിയില്ല. അപ്പോൾ ഇവിടെ ഒരു ചോക്ലേറ്റ് സെക്ഷൻ, ഇവിടുന്ന് ഞാനൊരു ഫ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഫ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ബൈ 1 get 1 ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള അവിടുന്ന് ഞാൻ ഒരു നമ്മുടെ ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു. ലേസ് എടുത്തു, ചോക്കോപ്പൈ എടുത്തു. അങ്ങനെ പിന്നെ നമ്മൾ കുറേ ബിസ്ക്കറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഓഫേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കുവാണെങ്കിൽ നല്ല ഓഫറിൽ നമുക്ക് കിട്ടും സാധനങ്ങളൊക്കെ. ഞാനൊന്നും നോക്കിയിട്ടൊന്നും കണ്ടു ഗൈസ് കുറേ ചോക്ലേറ്റ്സ്. എൻ്റെ കണ്ണിങ്ങനെ മിന്നുകയായിരുന്നു ഗൈസ് ഇതൊക്കെ കണ്ടിട്ട്. ഡയറി മിൽക്കിൻ്റെ സിൽക്ക് ഓറിയോ ഉണ്ടായിരുന്നു. 180 റുപ്പീസ്. നമ്മൾ ഓൾറെഡി ഒരു ചോക്ലേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നുകൊണ്ട് എടുത്തില്ല. ഞാനിങ്ങനെ തിരഞ്ഞ് പോയപ്പം അവിടെ സ്നിക്കേഴ്സ് ഇരിക്കുന്നതാണ്. നമ്മൾ ഓൾറെഡി ഫ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ സ്നിക്കേഴ്സ് അവിടെ തന്നെ വെച്ചു ഗൈസ്. 200. അങ്ങനെ ഞാൻ പോയപ്പോഴാണ് ഗൈസ് ഫെറോ റോച്ചർ കാണുന്നത്. ഗൈസ് 92 ഓഫ് ഉണ്ടായിരുന്നു. 92 റുപ്പീസ് സേവ് ഉണ്ടായിരുന്നു കേട്ടോ. സേവ് ചെയ്യാറ്. അങ്ങനെ നമ്മൾ കുറേ അപ്പം പക്ഷെ നമ്മളൊന്നും എടുത്തില്ല. നമ്മൾ ഇത്രയും സാധനങ്ങളാണ് എടുത്തത്. ഇപ്പോഴാണ് ഞാൻ പോയിട്ട് നമ്മുടെ ഗുവായ്ക്ക് ഓഫർ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് പോയിട്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. ബൈ 1 get 1 ഫ്രീ ആയിരുന്നു. അപ്പോൾ അത് എടുത്തിട്ടില്ല. ഓക്കെ, അങ്ങനെ ഞാൻ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്തെടുത്തിട്ട് നമ്മളങ്ങനെ ലിഫ്റ്റിൽ കയറി പോകുമായിരുന്നു. അമ്മ പണ്ട് ലിഫ്റ്റിൽ കയറി കുടുങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ലിഫ്റ്റിൽ കയറി ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ കുറേ ഐസ്ക്രീംസൊക്കെ കണ്ടു. കുറേ കമ്പനിയുടെ ലൈക്ക് ക്യാമറി, അമൂൽ, അങ്ങനെ കുറേ ഐസ്ക്രീം ഉണ്ടായിരുന്നു. പിന്നെ അമ്മ പോയിട്ട് കുറേ മസാലസിൻ്റെയൊക്കെ ഒരു സെക്ഷനിലേക്കാണ് പോയത്. പിന്നെ ഫ്രണ്ടിൽ വീണ്ടും വന്നു. അപ്പോൾ കുറേ ചോക്ലേറ്റ്സൊക്കെ കണ്ടു നമ്മൾ. പക്ഷേ അവിടെ നിന്നൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പം അങ്ങനെ നമ്മുടെ എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞ് നമ്മൾ ബില്ലടിക്കാൻ നിൽക്കുകയായിരുന്നു ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ ബില്ലടിക്കാൻ എടുത്ത് കൊടുക്കുകയാണ് ഗൈസ്. ഓരോന്നും എടുത്ത് വെക്കുമ്പോൾ അമ്മ എൻ്റെ അടുത്ത് ചോദിക്കും, ഇത് വേണോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരു വിധത്തിൽ അതൊക്കെ സമർപ്പിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. കുറച്ച് കൊള്ളം തോന്നല്ലേ അല്ലേ? അത് 10 രൂപയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി. നല്ല മഴ ഉണ്ടായിരുന്നു ഗൈസ്. ഞങ്ങൾ 2 പേരും മഴയത്ത് കുളിച്ച് അങ്ങനെ അപ്പം നല്ല മഴ ഉണ്ടായിരുന്നപ്പോൾ ഫുഡ് കഴിക്കാൻ നല്ല വിശപ്പുണ്ടാകും. ഉച്ചയ്ക്ക് ഞങ്ങളൊന്നും കഴിച്ചില്ല. സോ ഞങ്ങൾ അക്ഷയ ഹോട്ടലിൽ കയറി കഴിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.